നരകത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള വിവരണങ്ങളാണ് അല്ലാഹു തആല അടിമകളാകുന്ന നമുക്ക് താക്കീതായി പറഞ്ഞിട്ടുണ്ട്. ആ നരകത്തെ തൊട്ടുള്ള കാവലാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമുക്കെയും എപ്പോഴും ഓതാനുള്ളതും നമുക്ക് അറിയുന്നതുമായ ഒരു ചെറിയ സൂറത്ത് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. കല്ലാ, ഇതിന്റെ നരകത്തെ കുറിച്ചാണ് അല്ലാഹു പിന്നെ പറയുന്നത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക വൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലദീ തത്വലിഉ അലൽ അഫ്ഇദ. ഖുർആനിലൂടെ എന്ന് പറയുന്നു നരകം എന്താണ്, ആ നരകത്തിന്റെ അവസ്ഥ ഇങ്ങനെ തെറ്റ് ചെയ്ത ആളുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്, അല്ല വേണ്ട കേട്ടോ, തെറ്റുകൾ നിന്റെ നാവ് കൊണ്ടോ നിന്റെ അവയവങ്ങളെ കൊണ്ടോ നിന്റെ ജീവിതത്തിലോ തെറ്റുകളിലേക്ക് നീ അടുത്തു പോകരുത്. ചെയ്താൽ എന്താ പ്രശ്നം? ഉത്തമയിലേക്ക് നിങ്ങളെ ഇടപെടും. അത് പറയും, കുതമയിലേക്ക് നിങ്ങൾ ഇടപെടും. എന്ന് പറഞ്ഞാൽ അറബിയിൽ വെറും ഇടര് മാത്രമല്ല വളരെ നിസ്സാരമായ രൂപത്തിൽ ഇൻസൾട്ട് ആക്കിയിട്ട് ഇടുന്നതിനെ കുറിച്ചാണ് അറബിയിൽ നബദ എന്ന് പറയുന്നത്. അതാണ് പറയുമ്പോ വീഡിയോ വലിച്ചാൽ വീഡിയോയിൽ വലിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും എറിയരുത്. അത് പിന്നെ പരിഗണനയില്ലാത്ത ഒരു ഇടലാണ്. എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെ ഒരു എറിയലുണ്ടല്ല. അതുപോലെയാണ് നബദ എന്ന് പറഞ്ഞ ഉത്തമയിലേക്ക് തീർച്ചയായും നിങ്ങളെ ഇടപെടും. എന്നിട്ട് അഭിമാനങ്ങളോട് ചോദിക്കുന്നു, ഉത്തമ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയോ നബിയേ? ഉത്തമ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയോ നബിയേ? എന്നിട്ട് ആ ചോദ്യം ചോദിച്ചിട്ട് അല്ലാഹു തന്റെ അഭിമായ തങ്ങളോട് മറുപടി പറയുന്നു, അത് നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു നരകമാണ് നബിയെ. കത്തിക്കപ്പെടുന്ന അൽ മൂഖദ, കത്തിക്കപ്പെടുന്ന ഒരു അല്ലാഹുവിന്റെ നരകമാണ്. എന്നിട്ട് അത് പറയാണ്, അത് എന്ത് കത്തലെന്നറിയോ? അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ, അതിന്റെ വേദനയുണ്ടല്ലോ, ആ നരകത്തിന്റെ ആ തീയുടെ വേദന അത് നമ്മുടെ ശരീരത്തിന്റെ പുറംഭാഗം മാത്രമല്ല, നമ്മുടെ ചെസ്റ്റിന്റെ ഉള്ളിൽ പോലും, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോലും അതിന്റെ വേദന ആളിപ്പടരുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല സലാമത്താകട്ടെ. പേടി വേണം. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ അസ്മഉൻ നിദാ, ഞാനൊരു വിളിയാണ്, ഒരു വിളിയെങ്കിലും ഞാൻ കേൾക്കുമായിരുന്നുവെങ്കിൽ. എന്താ വിളി? അല്ലാഹുവിന്റെ എല്ലാ അടിമകളും സ്വർഗത്തിലേക്കാണ്. ഇല്ല വാഹിദ, ഒരു അടിമ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ മുഴുവനും സ്വർഗത്തിലേക്കാണ്, ഒരാൾ മാത്രമേ നരകത്തിലേക്കുള്ളൂ എന്നൊരു വിളി ഞാൻ കേൾക്കുമായിരുന്നുവെങ്കിൽ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാവരും സ്വർഗത്തിൽ, ഒരാൾ മാത്രം നരകത്തിൽ. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു വിളിയാണ് ഞാൻ കേട്ടാൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖിഫ്തു അൻ അകൂന വാഹിദ, ആ നരകത്തിൽ പോകുന്ന ഒരാൾ അത് ഞാനായി പോകുമോ എന്നൊരു പേടി എന്റെ മനസ്സിൽ വന്നുകൂടുമായിരുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ നരകത്തിലേക്ക് പോകുന്ന ഒരാൾ ഞാനായി തീരുമോ എന്നൊരു പേടി എന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ആരാ പറയുന്നത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാണ് പറഞ്ഞത്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ശേഷം പ്രവാചകന്മാർ ഒരിക്കലും വരൂല, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്. എന്നാലോ എന്റെ ശേഷം ഒരു പ്രവാചകൻ ഇവിടെ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അതാരാവുമായിരുന്നു? അത് ഉമറാവുമായിരുന്നു എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഉപതങ്ങളാ പറയുന്നത്. നരകത്തിലേക്ക് പോകുന്നതാണ് ഞാനായി പോകുമെന്നൊരു പേടി എന്നെ അലച്ചമായിരുന്നു. എന്നാൽ അതേ ഉപതങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പിന്നൊരു വിളി. എന്താ? അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പിന്നൊരു വിളി, എല്ലാ അള്ളാഹുവിന്റെ അടിമകളും നരകത്തിലേക്കാണ്, ഒരാൾ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ, ഒരാൾ മാത്രം സ്വർഗത്തിലേക്ക്, മറ്റുള്ള ആളുകൾ മുഴുവനും നരകത്തിലേക്ക് എന്നൊരു വിളി ഞാൻ കേട്ടാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആ ഒരാൾ അത് ഞാനായി പോയാലോ എന്നൊരാഗ്രഹം ഉള്ളിൽ വരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മുമ്പിനായ മനുഷ്യന്റെ ഉള്ളിൽ വേണ്ട ഒന്നാണ് എന്താ?
പേടിയും വേണം, അതുപോലെ ആഗ്രഹവും വേണം. സ്വർഗത്തിന്റെ കൊതി എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അതേസമയത്ത് വെറും സ്വർഗം മാത്രമല്ല, വെറും സ്വർഗത്തെ മോഹിച്ച് മാത്രം നടന്നാൽ പോലെ അതിന്റെ ഇടയിൽ നമ്മുടെ ഉള്ളിൽ നരകത്തെ കുറിച്ചുള്ള പേടിയും വേണം. എന്നിട്ട് അതിന്റെ ശേഷം പറഞ്ഞു മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞെന്താ? നരകത്തിന്റെ ഭയാനകമായ അദാബിനെ കുറിച്ചാണ്. അവിടെ അല്ലാഹു തആല നരകത്തിൽ വെച്ച് ആളുകളെ വേദനിപ്പിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് ആയത്തിലൂടെ പറയുന്നത്. ഏതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടാക്കിയാലും, ബിരിയാണി നല്ല ദമ്മിട്ട ബിരിയാണി ഉണ്ടാക്കിയാലും സുബ്ഹാനല്ലാഹ് ചട്ടി ഉള്ളിൽ ഐറ്റമൊക്കെയും ഉണ്ടാക്കിയിട്ട് പുറംഭാഗം മുഴുവനും ചട്ടി കൊണ്ട് നല്ല ഭദ്രമായിട്ട് മൂടുമ്പോലെ അത് കഴിക്കാൻ വളരെ പാങ്ങാണ്, അത് കഴിക്കാൻ വളരെ സുഖമാണ്. എന്നാൽ അതുപോലെ അല്ലാഹു തആല നരകത്തിൽ ഒരുക്കി വെച്ച ഒരു അദാബിനെ കുറിച്ചാണ് ഈ എന്ന ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. വളരെ മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഒരു സംവിധാനം നരകത്തിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെക്കാൻ, അതായത് അതിനെ ഭദ്രമായിട്ട് അല്ല മൂടാൻ അതിന്റെ ഉള്ളിൽ മനുഷ്യനെ വെക്കുന്നു. ആ മനുഷ്യനാണെങ്കിലോ അവർക്ക് ഇരിക്കാൻ കഴിയൂല, നിൽക്കാൻ കഴിയൂല, കിടക്കാൻ കഴിയൂല. ആ രൂപത്തിലുള്ള ഒരവസ്ഥയാണ്. അതിന്റെ ഉള്ളിലിട്ട് മനുഷ്യൻ അല്ലാഹു തആല ശിക്ഷിക്കുകയാണ്, വേദനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് അവസ്ഥയാണ്. അങ്ങനെ നമുക്ക് ചെറിയൊരു വേദന ആയാലും, ഒരു പാമ്പ് കടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തീ കൊണ്ടിയാലും, ഉടനടി ഒരു 4 മീറ്റർ അങ്ങോട്ട് ഓടിയാൽ നമുക്കൊരു സന്തോഷം. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ചാടി ഓടും, അതൊരു സന്തോഷം, ഒരു വേദനയുടെ ഇടയിൽ. എന്നാൽ നരകത്തിൽ അതിന്റെ പോലും ചില ആളുകൾക്ക് അവസരം കൊടുക്കൂല, വേദനിപ്പിക്കും, ചലിക്കാൻ പോലും അല്ലാഹു തആല അനുവദിക്കൂല. അങ്ങനെയുള്ള ഒരു രോഗമാണ് നരകമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഒരിക്കലും നരകത്തിലേക്ക് കടക്കാത്ത സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ 7 തവണ പ്രത്യേകമായ ഒരു ദുആ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. ഒരിക്കലും അഭിമായ തങ്ങൾക്ക് പറയേണ്ടതില്ല, കാരണം റസൂലുള്ളാഹി നരകത്തിൽ പോകൂല. എന്നാലും അഭിമായ തങ്ങൾ പറയാണ്, റമദാൻ വരുമ്പോ റമദാനിന്റെ തുടക്കം മുതൽ അവസാനം വരെ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അഭിമായ റസൂലുള്ളാഹി അത് പറഞ്ഞു. എന്തുകൊണ്ടാ? നരകത്തിന്റെ ഭയാനകമായ ആ ഒരു ചിത്രണവും അതിന്റെ ഒരു അവസ്ഥയും ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾക്ക് പഠിപ്പിക്കാനാ, മനസ്സിലാക്കി തരാനാ. അതുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, മിൻ ശർരി മാ ഖലഖ്, അല്ലാഹു പടച്ച അവന്റെ സൃഷ്ടികളിൽ ശർറായത് നരകമാണ്. ആ നരകത്തിൽ നിന്നിട്ട് നബിയെ നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കൂ എന്നർത്ഥം ആയത്തിന് മഹാന്മാർ പറഞ്ഞു. അല്ലാഹു ആ നരകത്തിൽ പടച്ച റബ്ബ് സലാമത്താക്കട്ടെ. ഒരു സെക്കൻഡ് പോയിട്ട് ഒരു മൈക്രോ സെക്കൻഡ് പോലും ആ നരകം ഇടാത്ത രൂപത്തിൽ നിന്റെ പരിസരത്തിലേക്ക് പോലും കൊണ്ടുപോകാത്ത രൂപത്തിൽ പടച്ചവനെ നിന്റെ ഫضല് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് നീ സ്വർഗം വാജിബാക്കല്ലോ, സ്വർഗം നിർബന്ധമാക്കണേ അല്ലോ, സ്വർഗം നിർബന്ധമാക്കണേ. ഉണ്ട് പാവപ്പെട്ട ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ടോ വേദനിപ്പിച്ചത് കൊണ്ടോ ഈ പറയപ്പെട്ട ഉത്തമയും അതുപോലെയുള്ള നരകം, ആ നരകത്തിലിട്ട് ഞങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ട് പടച്ചവനെ നിനക്ക് എന്ത് കൂടാനാണല്ലോ, നിന്റെ സ്ഥാനത്തിന്റെ ഒരു കൂടലിൽ അല്ലെങ്കിൽ നിന്റെ രാജാധികാരത്തിന്റെ ഒരു വർധനവും ഒരിക്കലും ഇല്ലല്ലോ പടച്ചവനെ. അല്ലാ അതുകൊണ്ട് പടച്ചവനെ നിന്റെ ഔദാര്യമായ സ്വർഗം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആ സ്വർഗം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നിന്റെ ഖസനാവിൽ നിന്നൊന്നും കുറയുവാനും ഇല്ലല്ലോ. എത്ര ആളുകൾക്ക് നീ അത് കൊടുക്കുന്നു, എത്ര ആളുകൾക്ക് അത് ഔദാര്യമായി നീ നൽകുന്നു. ആർക്ക് വെള്ളം കൊടുത്ത ആൾക്ക് പോലും പടച്ചവനെ ആ സ്വർഗം നീ കൊടുത്തവരാണെങ്കിൽ ഇവിടെ ജീവിതത്തിൽ എത്ര മൃഗങ്ങൾക്ക്, എത്ര മനുഷ്യന്മാർക്ക്, എത്ര കുടുംബങ്ങൾക്ക്, എത്ര പാവങ്ങൾക്ക്, ഫഖീറന്മാർക്ക്, മിസ്കീനന്മാർക്ക് ഞങ്ങൾ തീറ്റിപ്പിച്ചവരാ, കുടിപ്പിച്ചവരാണ്, കൊടുത്തവരാ, അവരെ സന്തോഷിപ്പിച്ചവരാ. അതിന്റെ പകരമായി അല്ലാഹ് നിന്റെ റഹ്മത്താകുന്ന സ്വർഗം ഞങ്ങൾക്ക് നീ വാജിബാക്കല്ലോ. നരകം ഹറാമാക്കണേ റഹ്മാൻ. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ പെങ്ങന്മാർ, പടച്ചവനെ നമ്മുടെ കുടുംബങ്ങൾ, അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, അല്ലാഹ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, നമുക്ക് വസ്ത്രം തന്നവർ, പല രൂപത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിച്ചവർ, അല്ലാഹ് ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ നാട്ടുകാർ, അല്ലാഹ് നമ്മുടെ പള്ളിയെ സഹായിച്ചവർ, മദ്രസയെ സഹായിച്ചവർ, പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവർ, പള്ളിയിലൂടെ നടത്തപ്പെടുന്ന ജമാഅത്തിലും മറ്റുള്ള ആരാധനകളിലും പങ്കെടുത്ത ആളുകൾ, എല്ലാവർക്കും പടച്ചവനെ അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തർക്കും സ്വർഗം നീ നിർബന്ധമാക്കണേ അല്ലാഹ്.
അല്ലാ. നരകം നീ ഹറാമാക്കല്ല, നരകം ഹറാമാക്കല്ല. നരകത്തിന്റെ പരിസരത്തിലേക്ക് പോലും ഞങ്ങളെ നീ കൊണ്ടുപോകല്ലേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ, കാക്കണേ അല്ലാ. വിവരമില്ലാത്ത കാലത്ത് വിവരമില്ലായ്മ കൊണ്ട് ആ നരകം ബന്ധമാക്കുന്ന വല്ല പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിവരമില്ലാതെ ചെയ്തു പോയത് ഞങ്ങൾക്ക് അറിയിക്കാതെ അത് നീ ഞങ്ങളിൽ നിന്ന് പൊളിച്ചു തരണേ ഉണ്ട്, മാപ്പ് ചെയ്തു തരണേ അല്ലോ. ഞങ്ങൾ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, അമൽ ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, അതിന് വേണ്ടി കരുതി നിൽക്കുന്നു, റമദാനിന്റെ പുണ്യ ദിവസത്തിൽ അവിടെ പോകണമെന്ന് കൊതിച്ചു നിൽക്കുന്നു. അതൊക്കെയും നരകത്തിൽ ഒന്ന് പോകാതെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ എന്ന നീയത്തോടെയാണെങ്കിൽ പടച്ചവനെ അതിനുള്ള അവസരം നീ തരണേയല്ലോ, നീ ഭാഗ്യം തരണേയല്ലോ. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരാണ് അല്ലാ. ഓരോരുത്തരുടെ രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നീ പരിഹാരം നൽകണേ അല്ലാ, രോഗശമനം നൽകണേ അല്ലാ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളും നാട്ടുകാരും സ്നേഹിതന്മാരും ആഫിയത്തുള്ള ദീർഘ ആയുസ്സുള്ള ഞങ്ങളെയും അവരെയും അനുഗ്രഹിക്കണേ അല്ലാ. മരിച്ചുപോയ കുടുംബങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നമ്മുടെ ആഖിറത്ത് നീ നന്നാക്കി താ അല്ലാ, മരണം നന്നാക്കി തരണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.